ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു. ഞാൻ ജോർജ് ആൻ്റണി. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ, DJയുടെ ഇൻസ്പയർ 3 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഡ്രോണാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ പറയുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നതിന് മുന്നേ ചെയ്തിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം അതിലും നിങ്ങൾ ഈ ഡ്രോണിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന പണി മൂവിയിലെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഡ്രോണാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എല്ലാ മൂവീസിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങാനിരിക്കുന്നത് എല്ലാം ഈ ഡ്രോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങാനിരിക്കുന്ന പ്രാവുംകൂട് കള്ളുഷാപ്പ്, അതുപോലെ മാർക്കോ, പിന്നെ റൈഫിൾ ക്ലബ്ബ്, അതൊക്കെ ഈ സെയിം ഡ്രോൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പടങ്ങളൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശേഷങ്ങളാണെങ്കിൽ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മനസ്സിൽ മികച്ച ഒരു സിനിമ ഫ്രെയിം ഉണ്ടോ? അതായത് ഞാൻ പറഞ്ഞു തന്നത് എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കായലിൽ ഒഴുകുന്നൊരു ബോട്ടിൻ്റെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ലേ, ഈ ഒരു ഷോട്ട് ജിബ് വെച്ച് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ജിബ് വെച്ചുള്ള ഒരു ഷോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ കായലിൽ കിട്ടുമോ? സംശയമില്ലേ? അതുപോലെ പാടത്തൂടി ഒരു സുന്ദരി പെൺകുട്ടി നടന്നു പോണേ നമ്മൾ പലരും ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും, ഞാനും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വന്നത് എന്താണ്, ഈ ഒരു ഷോട്ട് ജിബും കൂടി ഉപയോഗിച്ച് ഒരു ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ തോന്നിയിട്ടില്ലേ? മറ്റൊന്നുകൂടി, നമ്മുടെ ഈ എറണാകുളത്ത് തിരക്കേറിയ എടപ്പള്ളി ജംഗ്ഷൻ പോലെ തിരക്കേറിയ സ്ഥലം, ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റില ബൈപ്പാസ്, അതും അല്ലെങ്കിൽ അതെല്ലാം വിട്ടത് ഒരു ബ്ലോക്കുള്ള നല്ലൊരു ബ്ലോക്കുള്ള ഏരിയയിൽ നമ്മൾ ഒരു സിനിമ എന്തെങ്കിലും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകനും നായികയും അവിടെ ആ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ മനസ്സിൽ തോന്നും, ഈ ഒരു ജിബ് വെച്ചിട്ടുള്ള ഒരു ഷോട്ടും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ, ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ DJ ഇൻസ്പയർ 3 പറ്റും. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, DJ ഇൻസ്പയർ 2 ശേഷം ഇപ്പോൾ 3 ഇറക്കിയിരിക്കുന്ന 7 കൊല്ലത്തിന് ശേഷമാണ്. അത് ഇറക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചിട്ടാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജിബ് ഉപയോഗിച്ചിട്ടുള്ള ഷോട്ടുകൾ എല്ലായിടത്തും നമുക്ക് പോസിബിൾ അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ പാടം അല്ലെങ്കിൽ ചെളി നിറഞ്ഞ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മലമുകളിൽ, അല്ലെങ്കിൽ കായലിൽ, അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ ഒക്കെ നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ ഈ ഡ്രോൺ വെച്ച് അത് നമുക്ക് സാധിക്കും, ആ ഷോട്ടുകൾ എടുക്കാൻ ആ സെയിം രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ ഇൻസ്പയർ 3 ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഈ ഡ്രോൺ വെച്ചിട്ട് അതിൻ്റെ എല്ലാവിധ ലേറ്റസ്റ്റ് സാങ്കേതിക വിദ്യകളും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ എല്ലാ സെറ്റപ്പുമാണ് എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ പറയാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ, ഇത് DJയുടെ ഇൻസ്പയർ 3 ഡ്രോണാണെന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ യൂസ് ചെയ്യണ ക്യാമറ X9 മോഡലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുൾ ഫ്രെയിമാണ്, 35mm ഫുൾ ഫ്രെയിം ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 8K റെസൊല്യൂഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒട്ടും ക്രോപ്പ് ചെയ്യപ്പെടാതെ നമുക്ക് ആ ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണത്, ഇത് X9 മോഡൽ ക്യാമറയാണ് ഈ DJ ഇൻസ്പയർ 3 ഡ്രോണിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഇതിന് കമ്പനി ഇറക്കുന്ന 5 ലെൻസുകളാണ്. ആ 5 ലെൻസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അടുത്തായിട്ട് 18 ഉണ്ട്, 24 ഉണ്ട്, 35 ഉണ്ട്, 50mm ഉണ്ട്. ഇതെല്ലാം അപ്പറേച്ചർ ഫുൾ ഓപ്പൺ അപ്പറേച്ചർ 2.8 ആണ്. അതുപോലെ ഒരു ലെൻസ് കൂടി ഉണ്ട്, അതാണ് ക്യാമറ കിടക്കുന്ന 75mm. അത് മാത്രം 1.8 വരെ നമുക്ക് അപ്പറേച്ചർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഇതിൻ്റെ മെമ്മറി കാർഡാണ്. ഇത് കണ്ട, അതായത് 1000 GB ആണ്, അതായത് 1 TB ആണ്. 1 TBയുടെ മെമ്മറി കാർഡ് എൻ്റെ കയ്യിലിരിക്കണം. പക്ഷേ അതിൽ കാര്യമൊന്നുമില്ല, ഈ 8K എടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു 1 TBയുടെ കാർഡ് ഫില്ലാവും. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. ഈ ഡ്രോണിൻ്റെ ഇത് കണ്ട, എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇത് RC+ റിമോട്ടാണ്. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ സാധിക്കും. മറ്റുള്ള ഐപാഡോ മറ്റൊന്നും വേണ്ട. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്ലൂടൂത്ത് വഴി വേണമെങ്കിൽ നമുക്ക് സ്പോട്ട് എഡിറ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഫയൽസ് സെൻഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കേബിൾ വഴിയാണെങ്കിലും കൊടുക്കാം. ആ സ്പോട്ടിൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 റിമോട്ട് ഇരിക്കണുണ്ടല്ലോ അല്ലേ. ഈ 2 റിമോട്ട് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കായലിലോ കടലിലൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരാൾ കരയിൽ നിൽക്കും, അപ്പോൾ അദ്ദേഹത്തിന് അത് ഈ ഡ്രോൺ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ശേഷം അതിൻ്റെ കൺട്രോൾ അടുത്ത റിമോട്ടിലേക്ക് കൈമാറുകയാണ്. നേരെ പിന്നെ ഷോട്ടുകൾ എടുക്കുന്ന അടുത്ത ആളായിരിക്കും, ആ ഡയറക്ടറായിരിക്കും ഷോട്ടുകൾ എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്യാമറമാനായിരിക്കും ആ ഷോട്ടുകൾ എടുക്കണം. ശേഷം നമുക്കിപ്പോൾ എന്തെങ്കിലും അത് ഫ്ലൈങ്ങിൽ തന്നെ ഈ കൺട്രോൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും മറ്റിലേക്ക്. അതുപോലെ ഇപ്പോൾ ഒരു ലെൻസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നേരെ ഈ കരയിൽ നിൽക്കണ ആൾക്ക് ഈ കൺട്രോൾ കൈമാറിയിട്ട് അദ്ദേഹം അത് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഇദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും.
നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ HP മോണിറ്ററാണ്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫറിനോ അല്ലെങ്കിൽ DOPക്കോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരാൾക്കോ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ നേരത്തെ റിമോട്ട് രണ്ടെണ്ണം പരിചയപ്പെടുത്തിയിരുന്നു. ഈ സെക്കൻഡ് റിമോട്ടിന് പകരമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ DOPയോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആൾക്ക് ഇതിൽ നമുക്ക് ആ ക്യാമറ ഫോക്കസ് ചെയ്യാൻ ഇതിൽ പറ്റും. അതുപോലെ ജോയ്സ്റ്റിക്ക് ടിൽറ്റപ്പും ടിൽറ്റ് ഡൗണും ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് കണ്ടോട്ടെ, അത് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണമല്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്. കണ്ട. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാറ്ററീസ് ആണ്. ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ഡ്രോണിൻ്റെ അല്ല, നേരെ മറിച്ച് ഈ ഡ്രോണിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററീസ് ആണ്. ഇത്രയും ബാറ്ററീസ് എന്തിനാണെന്ന് വെച്ചാൽ ചില വർക്കുകൾക്ക് നമുക്ക് തികയാണ്ട് വരും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ ബാറ്ററി ഇട്ട് യൂസ് ചെയ്ത ഒരു മണിക്കൂർ റെഗുലറായിട്ട് ഷൂട്ട് ചെയ്താൽ ഒരു ബാറ്ററി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെയായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ബാറ്ററി ഇത് ഓഫ് ചെയ്യാൻ തന്നെ നമുക്ക് ഈ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത് മറ്റൊന്നുമല്ല, ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടൊരു ബാറ്ററി ഉണ്ട്. പ്ലസ് ആണ് നമ്മൾ ഈ ഒരു ബാറ്ററി റീചാർജബിൾ ബാറ്ററി യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്കിങ്ങിൻ്റെ ഇടയിൽ റിമോട്ട് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ബാറ്ററീസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയത് റിമോട്ടിൻ്റെ ബാറ്ററീസ് ആണ്. ഈ നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്രോണിൻ്റെ ബാറ്ററീസ് ആണ്. ഇത് നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്തിനാണ് ഇത്രയും 16 ബാറ്ററീസ് എന്ന്? കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഷെയർ ചെയ്തത് രാവിലെ തൊട്ട് ഒരു ബസ്സിൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷൂട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അധികം ബാറ്ററീസ് ഇല്ലെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ 16 ബാറ്ററീസ് വെച്ചിട്ട് നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ ഡ്രോണിൻ്റെ മറ്റൊരു പ്രത്യേകം കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ അത് 2 ബാറ്ററിയാണ് അറ്റ് എ ടൈമിൽ വേണ്ടത്. അതിലിപ്പോൾ നമുക്ക് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഒരെണ്ണം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഡ്രോൺ ഓഫ് ആക്കാതെ അതിൻ്റെ സെറ്റിങ്സ് മാറ്റാതെ നമുക്ക് ഈ ബാറ്ററി ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ 2 ബാറ്ററി ചാർജറുകൾ കണ്ടുപിടിക്കുന്നത് കണ്ട. 2 ബാറ്ററി ചാർജർ എന്തിനാണെന്ന് വെച്ചാൽ ഇതണ്ട, ഒരേ സമയം നമുക്കൊരു 8 ബാറ്ററി ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ബസ്സിലും മറ്റുള്ള അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ബാറ്ററീസ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരേ സമയം 8 ബാറ്ററിയുടെ ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ചാർജറുണ്ട്. ആ 2 ചാർജറും നമുക്ക് അത്യാവശ്യമാണ്. കാരണം എപ്പോഴെങ്കിലും ചാർജ് തീർന്നു പോയാൽ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഷൂട്ടാണെങ്കിൽ നമുക്ക് ഈ 2 ചാർജറിൻ്റെയും കൂടി ആവശ്യമുണ്ടെന്നും കൂടി നിങ്ങൾ അറിയിക്കുന്നത്. പിന്നെ ഈ ഡ്രോണിൻ്റെ നേറ്റീവ് ISO എന്ന് പറയുന്നത് 800 4000 ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡേ ലൈറ്റിൽ നമ്മളൊരു പിക്ചർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ NT ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഇനി അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഇരിക്കുന്നത് ഇപ്പോൾ 55mm ND ഫിൽറ്ററാണ്. ഇതിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ 18ഉം 75mm ലെൻസിലാണ് ഈ 55mm ND ഫിൽറ്റർ യൂസ് ചെയ്യണം. അതുപോലെ ഇത് 46mm ND ഫിൽറ്ററാണ്. ഇത് യൂസ് ചെയ്യുന്നത് 24, 35, 50mm ലെൻസുകൾക്കാണ് ഈ 46mm ND ഫിൽറ്റർ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കണ്ട, ഹോളിലാൻഡിൻ്റെ 4 ചാനലിൻ്റെ ഹെഡ്സെറ്റുകളാണ്. 4 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഈ 4 എന്തിനാണെന്ന്. ഈ 4 എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡ്രോൺ ഓപ്പറേറ്ററിൽ ഒരെണ്ണം ഉണ്ടാവും, അതുപോലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും, പിന്നെ അതുപോലെ സിനിമാറ്റോഗ്രാഫറിൻ്റെ കയ്യിൽ ഒരെണ്ണം. അതുപോലെ അദ്ദേഹം ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് കൊടുക്കുക. ഇവർക്ക് 4 പേർക്കും കൂടി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഷോട്ടുകൾ ഭംഗിയാക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ 4. നെക്സ്റ്റ് നമ്മുടെ ഈ ഡ്രോൺ ഓപ്പറേറ്ററിൽ എപ്പോഴും ഒരു മാക്ബുക്ക് കയ്യിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേംവെയർ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നാൽ നമുക്ക് അത് ഇതിൽ കണക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാക്ബുക്ക് നിർബന്ധമായിട്ടും കയ്യിൽ വേണമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ട്രാൻസ്മിറ്ററാണ്. ഈ ട്രാൻസ്മിറ്റർ എന്തിനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഈ മോണിറ്റർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. ഈ മോണിറ്ററും ഈ DJയുടെ ഡ്രോണും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിറ്റർ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യണം. മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്, ഇങ്ങനെ ഒരു ബൈനോക്കുലർ എപ്പോഴും കയ്യിലുള്ളത് അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഒരു 25 lakhs അല്ലെങ്കിൽ 25 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ തന്നെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം അല്ലെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ അവിടെ കമ്പി, പക്ഷികൾ അല്ലെങ്കിൽ മറ്റ് മഴ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ എപ്പോഴും അസിസ്റ്റൻറ്റിൻ്റെ കയ്യിലാണെങ്കിലും ഒരു ബൈനോക്കുലർ ഉള്ളത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ആവശ്യക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ അതും അറിയാൻ ആകാംക്ഷ ഉണ്ടാകും ചിലവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു വിവര പട്ടിക അല്ലെങ്കിൽ വില എത്രത്തോളം ഇതിനൊക്കെ വരും ഈ ആക്സസറീസിന് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. ആദ്യമായിട്ട് ഈ ഡ്രോണിൻ്റെ കിറ്റിന് 14,499 USD ആണ് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 14 ലക്ഷം രൂപ വരും. പിന്നെ ഈ 14 ലക്ഷം രൂപയിൽ ഈ കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് വെച്ചാൽ ഈ ഡ്രോൺ, അതുപോലെ ക്യാമറ ബോഡി, പക്ഷേ ലെൻസ് പെടില്ല കേട്ടോ. ക്യാമറ ബോഡി, ഡ്രോൺ, അതുപോലെ ഒരു മെമ്മറി കാർഡ്, ഒരു ചാർജർ,
ഒരു റിമോട്ട്, ഇത്രയും സാധനമാണ് ഈ 14 ലക്ഷം രൂപയിൽ. അതുപോലെ 6 ബാറ്ററിയും കൂടി ഉൾപ്പെടും കേട്ടോ. അടുത്തതായിട്ട് ഇതിൻ്റെ ലെൻസുകളാണ്. ലെൻസുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്ന 5 ലെൻസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കിറ്റിൻ്റെ ഒപ്പം. അതിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 1299 USD ആണ്. അതായത് ഇന്ത്യൻ മണി നോക്കി 1,30,30,000 രൂപയോളം ഒരു ലെൻസിന് വരും. അത് ഇന്ത്യയിൽ കിട്ടുന്നതാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം. മറ്റു റേറ്റും കൂടി ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു മെമ്മറി കാർഡ്. ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നത് 1000 GB, അതായത് 1 TB. ഇത് പക്ഷേ ഒരു 20 മിനിറ്റ് കൊണ്ട് ഫില്ലാവും 8K നമ്മൾ എടുക്കുമ്പോൾ. പിന്നെ റോയിൽ നമുക്കിത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ DJയുടെ റോ ലൈസൻസ് കീ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അതിന് 83,000 രൂപയോളം ചിലവുണ്ട്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ നിങ്ങൾ റിമോട്ട് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഈ ഒരു റിമോട്ട് വെച്ച് മാത്രം നടക്കില്ല. നമുക്കൊരു സെക്കൻഡ് ഓപ്പറേറ്ററിന് ഒരു റിമോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു റിമോട്ട് വാങ്ങേണ്ടതുണ്ട്. ഇത് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിന് ഇന്ത്യൻ റുപ്പി ഒരു 1,35,000 രൂപ അതിനും ചിലവുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു മോണിറ്റർ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ 2 സൈഡിൽ കാണുന്ന ഹാൻഡ് ഗ്രിപ്സ് ആണ്. ഇത് കണ്ടാ. അപ്പോൾ ഈ ഒരു ഫുൾ സെറ്റ് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പി ഒരു 3 ലക്ഷത്തിൻ്റെ മേളിൽ വരുന്നതാണ്. നെക്സ്റ്റ് ബാറ്ററീസ് ഇതിൻ്റെ ഒപ്പം ഈ കിറ്റിൻ്റെ ഒപ്പം ഒരു 6 ബാറ്ററി വന്നിട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാക്കി 10 എണ്ണം എക്സ്ട്രാ വാങ്ങി വെച്ചാണ്. ഇതിന് ഒരെണ്ണത്തിന് ഈ എക്സ്ട്രാ മേടിച്ച് വെച്ചാൽ ബാറ്ററീസിൽ ഒരെണ്ണത്തിന് ഒരു 26 തൊട്ട് 28,000 രൂപ വരെ വിലയുണ്ട് ഇന്ത്യൻ റുപ്പി. നെക്സ്റ്റ് ഈ ബാറ്ററി ചാർജർ കണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ല ഒരേ ടൈമിൽ 8 ബാറ്ററി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ഇതിന് ഇന്ത്യൻ റുപ്പി ഒരു 70,000 രൂപയോളം. ഒരെണ്ണം എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം ഒരെണ്ണം വന്നുണ്ട്. ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചേക്കണേ 70,000 രൂപയോളം വരും. പിന്നെ ഇപ്പോൾ എൻ്റെ കൈ കാണുന്നത് ഇത് ഫിക്സ്ഡ് ND ഫിൽറ്റേഴ്സാണ്. നേരത്തെ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള ND ഫിൽറ്റേഴ്സ് പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് കണ്ടല്ലോ അല്ലേ, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. ഇതെല്ലാം കൂടി ഒരു 50,000 രൂപയോളം അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു 4 ചാനലിൻ്റെ ഹോളി ലാൻഡിൻ്റെ ഹെഡ്സെറ്റ്. ഈ 4 ഹെഡ്സെറ്റ് അതിൻ്റെ ഒപ്പം തന്നെ 8 ബാറ്ററി അടക്കം 1 ലക്ഷം രൂപയോളം അതിനും ചിലവുണ്ട്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ബാറ്ററീസ് നിങ്ങൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. റിമോട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിന് ഒരെണ്ണത്തിന് 7,000 അല്ലെങ്കിൽ 8,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രോണും അതിൻ്റെ ഫുൾ ആക്സസറീസ്, അതായത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫുൾ ആക്സസറീസ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്രയും ഈ ഒരു കിറ്റ് മാത്രമല്ല, ഈ ഇത്ര ആക്സസറീസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു 25-26 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഇത് തന്നെ ഒരു ഏജൻസി വഴിയാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ ഒരു 30 lakh എബോ പോയേക്കാം. അത്രയും ഡിഫറൻസ് ഉണ്ട്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോയിലൂടെ. സിനിമയിൽ നിങ്ങൾ ഡ്രോൺ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. എന്തെന്ന് 2016 തൊട്ട് 2023 വരെ ഉപയോഗിച്ചിരുന്ന ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ 2 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ DJI Inspire 3 ഇറങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങൾ അതുകൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഷൂട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിമോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാൻ ഏത് ഡ്രോൺ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്ക് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോൺ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും ഞാനൊന്ന് വിശദീകരിക്കുന്നതാണ്. DJI Inspire 3 ഡ്രോൺ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഡ്രോണിൽ X9 ഫുൾ ഫ്രെയിം ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ അകത്ത് ആപ്പിൾ പ്രോറസ് ഫോർമാറ്റിൽ നമുക്ക് 8K റെസൊല്യൂഷനിൽ 75 FPS റെക്കോർഡാവും. എന്നാൽ DJI Inspire 2 സെയിം ഫോർമാറ്റിൽ 6K റെസൊല്യൂഷനിൽ 30 FPS റെക്കോർഡാകുന്നത്. അതുപോലെ Inspire 3 X9 ക്യാമറയിൽ DNG റോ ഫോർമാറ്റിൽ 8K റെസൊല്യൂഷനിൽ 25 FPS റെക്കോർഡാവുന്നത്. എന്നാൽ DJI Inspire 2 X7 ക്യാമറയിൽ DNG റോ ഫോർമാറ്റിൽ 6K റെസൊല്യൂഷനിൽ 30 FPS റെക്കോർഡാവുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ DJI Inspire 3 X9 ക്യാമറയിൽ ISO വരുന്നത്, അതായത് ഡ്യുവൽ നേറ്റീവ് ISO ആണ്. അത് 800ഉം 4000ഉം ഈ X9 ക്യാമറയ്ക്കുണ്ട്. എന്നാൽ ഈ X7 അതായത് Inspire 2 X7 ക്യാമറയിൽ നേറ്റീവ് ISO 400 മാത്രമേ ഉള്ളൂ. അതുപോലെ പുതിയ Inspire 3 വേ പോയിൻറ്റ് പ്രോ പ്ലസ് റിപ്പീറ്റബിൾ റൂട്ട് ഉണ്ട്. അതായത് നമ്മളൊരു സാധാരണ റൂട്ടിൽ ഷൂട്ട് ചെയ്ത് വെച്ച് അത് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ സെയിം റൂട്ടിലൂടെ നമുക്ക് ആ ഷോട്ട്സ് എടുക്കാൻ സാധിക്കും. എന്നാൽ Inspire 2 വേ പോയിൻറ്റ് പ്രോ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ Inspire 3 ഡ്രോണിന് കമ്പനി പറയുന്ന റിമോട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്ററാണ്. പക്ഷേ അത്രത്തോളം പറത്താൻ നമുക്ക് അനുമതി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണെത്തും ദൂരത്ത് പറത്താനുള്ള അനുമതി ഉള്ളൂ നമുക്ക്. എന്നാൽ അത്രയും റേഞ്ച് ഈ കമ്പനി ഈ റിമോട്ടിന് പറയുന്നുണ്ട്. അത് ഹൈ ക്വാളിറ്റി സിഗ്നലിൽ, ഈ സിഗ്നലിൽ 4K റെസൊല്യൂഷനിൽ 30 FPS റെക്കോർഡ് ചെയ്യാൻ നമുക്ക് RC+ എന്നുള്ള റിമോട്ടിൽ സാധിക്കും. എന്നാൽ Inspire 2 റിമോട്ട് റേഞ്ച് കമ്പനി പറയുന്നത് 7 കിലോമീറ്ററാണ്. അതിൻ്റെ റെസൊല്യൂഷൻ പറയുന്നത് 720/30 FPS ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട
വ്യത്യാസങ്ങൾ അതും കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, അതുകൂടി ഒന്ന് നിങ്ങൾ കാണേണ്ടതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രോണും ഇത്ര ആക്സസറീസ്, ഈ ഒരു ഫിലിമിൽ യൂസ് ചെയ്യുന്ന ഇത്ര ആക്സസറീസ്, അതിൽ ലേറ്റസ്റ്റ് ഡ്രോൺ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നതും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എനിക്കും പഠിക്കാൻ സാധിച്ചു, നിങ്ങളിലേക്കും കൂടി കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ സാധിച്ചു. അതിന് പ്രത്യേകം നന്ദി നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ അനൂപ് സിംഗേട്ടന് കൊടുക്കുന്നു. അനൂപ് സിംഗേട്ടൻ ഞാൻ പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. നിങ്ങൾ മിക്ക മൂവിയിലും അദ്ദേഹത്തിൻ്റെ ഹെലിക്യാം ഓപ്പറേറ്റർ എന്നും പറഞ്ഞ് പേര് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണാൻ ശ്രമിക്കുക. കാരണം ഇത്രയും നല്ലൊരു അറിവ് എനിക്കും കിട്ടി, നിങ്ങൾക്കും കിട്ടി എന്ന് വേണം എനിക്ക് പറയാം. പിന്നെ നമ്മുടെ ചാനലുകളുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഇതുപോലെ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ കൊച്ചിയിലുള്ളവർക്ക് മനസ്സിലാവും ഇത് ഏതാ ജംഗ്ഷൻ എന്ന്. എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ എടപ്പള്ളി സിഗ്നൽ ജംഗ്ഷനാണ്. അപ്പോൾ ഇതെന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയപ്പെടുത്താനാണ്. ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ്, ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് എൻഡിലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിനിമാ മേഖലയിലുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി VFX ചെയ്യാനോ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് ഈ ആലപ്പുഴ എറണാകുളം ഏരിയയിലുള്ള ഏതെങ്കിലും രാവിലത്തെയോ രാത്രിയിലത്തെയോ ഇതുപോലുള്ള മനോഹരമായ വിഷ്വൽസ്, സ്റ്റോക്ക് വിഷ്വൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അനൂപ് സിംഗേട്ടനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.